ഓർമ്മച്ചപ്പിലേക്ക് സ്വാഗതം. ഇന്ന് അർജന്റീനിയൻ അട്ടിമറി, അതായത് 1976 മാർച്ച് 24 നിലവിലെ പ്രസിഡൻ്റായിരുന്ന ഇസബേൽ പെറോണിനെ അട്ടിമറിച്ചുകൊണ്ട് കേവലം ഒരു ജനറലായിരുന്ന ജോർജ് റാഫേൽ സിദാലെ, അദ്ദേഹം ഒരു സൈനിക നടപടികളിലൂടെ നിലവിലെ ഭരണത്തെ അട്ടിമറിക്കുകയാണ്. ഈ അട്ടിമറിക്ക് ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, അർജന്റീനയിലെ വലതുപക്ഷവും ഇടതുപക്ഷവും അതുപോലെ തന്നെ സാധാരണ ജനങ്ങളും ഈ അട്ടിമറിക്ക് പിന്തുണ കൊടുത്തു എന്നുള്ളതാണ് പ്രത്യേകത. കാരണം ഈ സായുധ വിപ്ലവം 1976 നടക്കുന്നതിന് മുമ്പായിട്ട് അവിടുത്തെ പൊതുസമൂഹത്തിൻ്റെ ജീവിതം അരാജകത്വം നിറഞ്ഞതും വളരെയധികം ബുദ്ധിമുട്ട് നിറഞ്ഞതുമായിട്ടുള്ള ഒരു സമയമായിരുന്നു. അതിനെ കണ്ടുകൊണ്ട് മാത്രമല്ല, ഇടതുപക്ഷ തീവ്രവാദികൾ, ഗറില്ലകൾ രാജ്യത്തിൽ അങ്ങോളം ഇങ്ങോളം നടമാടുകയും ചെയ്തു. അക്രമം നടന്നു. ഇതെല്ലാം പൊറുതിമുട്ടി ജനങ്ങൾ ഇതിലെല്ലാം പൊറുതിമുട്ടുകയാണ്. അങ്ങനെയാണ് കേവലം സൈന്യത്തിലെ ഒരു ജനറലായിട്ടുള്ള ജനറൽ ജോർജ് റാഫേൽ സിദാലെ ഒരു പട്ടാള അട്ടിമറിയിലൂടെ പ്രസിഡൻ്റ് ആവുകയാണ്. അത് 1976 മാർച്ച് 24 കഴിഞ്ഞിട്ട് 25 അദ്ദേഹം അർജന്റീനയുടെ 42ാമത്തെ പ്രസിഡൻ്റായിട്ട് അധികാരമേറ്റു. നമുക്കറിയാം, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, ബ്രസീൽ, ചിലി, ഇവിടെയെല്ലാം അന്നത്തെ ഭരണാധികാരികൾ ഇദ്ദേഹത്തിന്, അർജന്റീനയ്ക്ക് ആ പട്ടാള വിപ്ലവത്തിന് സപ്പോർട്ട് കൊടുത്തു എന്നുള്ളത് വളരെ അവിസ്മരണീയമാണ്. ഇതാണ് അർജന്റീനിയൻ അട്ടിമറി, ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നന്ദി, നമസ്കാരം.